അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാഹ്, ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ കുറച്ച് ഇഞ്ചിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇന്നും നമ്മുടെ കണ്ടൻറ്റ്. അപ്പോൾ ദേ ഞാൻ കുറച്ച് ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു. ദേ ഒരു തേങ്ങ പൊട്ടിച്ചെടുത്തപ്പോഴത്തേക്കും തേങ്ങ ചിരട്ടയിൽ നിന്നും തേങ്ങ ഇങ്ങ് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഉണക്കത്തേങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട്. ഇച്ചിരി പാടായിരുന്നു, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ തിരുമിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതേ മീൻകറിക്ക് വേണ്ടിയിട്ട് അരപ്പൊക്കെ കൂട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചൂരക്കുട്ടികളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വറുക്കുകയും ചെയ്യാം കറി വെക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്തേക്കാം. താല്പര്യമുള്ളവർ കയറി വാങ്ങിച്ചോ. ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുർത്ത സെറ്റാണ് കേട്ടോ. ഷോളും പാൻറ്റും ടോപ്പും കൂടെ വരുന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ്. വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ, അതുപോലെ കുറച്ച് മുരിങ്ങയ്ക്ക, പച്ചമുളക് ഒക്കെ ഒന്ന് നന്നാക്കി കറിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചട്ടിയിലേക്ക് ഒഴിച്ച പാടെ കുറച്ചങ്ങ് അടുപ്പിൻ്റെ മേളിൽ സ്റ്റൗവിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഗ്യാസിലല്ല വെക്കുന്നത്, അടുപ്പിലോട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെണ്ടയ്ക്കൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഉരുളക്കിഴങ്ങും സവോളയും 2 വഴുതനങ്ങയും ഒക്കെ കുറച്ച് മഞ്ഞളും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് അതിൻ്റെ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ മീനൊക്കെ ഇവിടെ അനിയത്തി കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഞാൻ അതിനിടയ്ക്ക് പോയി കാപ്പിയൊക്കെ കുടിച്ച് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ കാപ്പി കുടിക്കത്തില്ല എന്നുള്ളത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം. പക്ഷേ ഇപ്പോൾ റമദാൻ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര വിശപ്പ്, അതുകൊണ്ട് പിന്നെ ഞാൻ പോയി കാപ്പി കുടിച്ചു കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കാപ്പി കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ വന്നിട്ട് ഇഞ്ചിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. അതിൻ്റെ തോലൊക്കെ ഒന്ന് ചുരണ്ടി കളയാൻ കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളത് ഞാനങ്ങ് ചുരണ്ടി എടുക്കുന്നുണ്ടേ. പിന്നെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളെല്ലാം കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. പ്രത്യേകിച്ച് ഇവിടെ പെരുന്നാൾ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ കാരണങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. പിന്നെന്താ, നല്ല ചൂടാണല്ലേ, നല്ല വെയിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ പാത്തൂനില്ല, നാളെ ക്ലാസ് ഉണ്ടല്ലോ. 24-നാണ് കേട്ടോ അവർക്ക് എക്സാം. അതായത് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് 2 ദിവസം മുന്നെയാണ്. ഈ വീഡിയോ അപ്ലോഡ് ആവുന്നത് 24-ാം തീയതി ആയിരിക്കും കേട്ടോ. അപ്പോൾ അന്നാണ് പാത്തൂന് എക്സാമും തുടങ്ങുന്നത്. അപ്പോൾ എന്താ, ഇഞ്ചിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളിയും അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അനിയത്തി നന്നാക്കി തരുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ഇഞ്ചി നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. ഇഞ്ചിക്കറി ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇഞ്ചിയൊക്കെ നന്നാക്കി അരിഞ്ഞങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഉള്ളിയും എല്ലാം അതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേ വാപ്പ വന്നപ്പോൾ മാങ്ങ ചെത്തിത്തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പഴുത്ത മാങ്ങ. അപ്പം നമ്മൾ പറിച്ച മാങ്ങയാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ബക്കറ്റിൽ വെച്ചിട്ട്. അരിയിലും മേളിൽ ഇങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ 2 ദിവസം കഴിയുമ്പം പഴുത്ത് കിട്ടുമല്ലോ. അങ്ങനെ പഴുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ അതിൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് വാപ്പാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ, പഴുത്ത മാങ്ങ വെച്ച് ജ്യൂസ് അടിക്കണം എന്ന്. കഴിഞ്ഞ റമദാനിലും മിക്ക റമദാനിലും നമ്മുടെ മാങ്ങ പഴുക്കുന്ന ടൈമിനായിരിക്കും കേട്ടോ റമദാൻ തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും എന്നും ഞാൻ ഷേക്ക് അടിക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഈ ടൈമായിട്ട് ഒരു വിധം വിളഞ്ഞു വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും 2 ദിവസം ഞാൻ അടച്ചു വെച്ചപ്പോഴത്തേക്കും നന്നായിട്ട് കളറൊക്കെ വന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാപ്പാക്ക് കട്ട് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും അനിയത്തിയും കൂടി ഒരു മാങ്ങ എടുത്തിട്ട്, ഇപ്പോൾ ഇതിന് പക്ഷേ അധികം കളറില്ല കേട്ടോ. പക്ഷെ ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ അതേ കട്ടപ്പാലല്ല കേട്ടോ, ഞാൻ ഫ്രീസാക്കി എടുക്കാതെ ഇരുന്ന പാലാണ്. എന്തായാലും നല്ല തണുപ്പുണ്ട്, പക്ഷേ ഫ്രീസായിട്ടില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് പഞ്ചസാരയും കൂടെ ഒക്കെ ഇട്ടിട്ട് ജ്യൂസാക്കാമെന്ന് കേട്ടോ. ജ്യൂസല്ല, ഒരു ഷേക്ക് പോലെ അടിച്ചിങ്ങെടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിക്കാണ് പാലിരിക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇത് ഞാനത് അടിക്കണം, അതായത് ജ്യൂസ് അടിക്കണം എന്നുള്ളൊരു ചിന്ത ഇല്ലായിരുന്നേ. പെട്ടെന്ന് വാപ്പാക്ക് മാങ്ങ കട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു കൊതി, അങ്ങനെ ഞാനും അനിയത്തിയും കൂടെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട്. മോക്ക് ഇങ്ങനെ ഞാൻ കൊടുത്തില്ല, കാരണം തണുപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തില്ല. ഒക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു പുളിപ്പ് പോലെ തോന്നി, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഷേക്കൊക്കെ അടിച്ച് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ വെണ്ടയ്ക്കയും നന്നാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളത്തിലിട്ട് വെച്ചിട്ട്. അപ്പോൾ അത് മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് 2-3 വെള്ളം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ മാമ്പഴ പുളിശ്ശേരി വെക്കുന്ന മാങ്ങയുണ്ടല്ലോ, അത് നമുക്ക് തൊട്ടടുത്തൊരു വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താളിമാങ്ങ എന്ന് പറയുമല്ലേ, അപ്പോൾ ചെറിയ മാങ്ങ. അപ്പോൾ ആ താളിമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നാളെ അത് മോരേറി വെക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ കറികളൊക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് മീൻകറി അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതേ അടുപ്പിൽ തന്നെ ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് ലാസ്റ്റ് ഞാൻ ഇഞ്ചിക്കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ അതുപോലെ ആദ്യം ഇട്ട് കൊടുത്തത് ഉള്ളിയായിരുന്നു കേട്ടോ. ഉള്ളി വട്ടത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചുള്ളി കുറച്ചുള്ളി നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കൊച്ചുള്ളി ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് കളറാവാൻ വേണ്ടി നിൽക്കണ്ട, ഒരുപാടങ്ങ് മൂത്ത് പോകാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. ചെറിയൊരു കയ്പ്പ് രസമൊക്കെ വരും. ഒരു വിധമൊക്കെ ഉള്ളി ഒന്ന് മൂത്തൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് കോരിയെടുക്കാം. അപ്പോഴത്തേക്ക് ഈ ആറാൻ വെക്കുമ്പോൾ ചൂടൊന്ന് പോയി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കളറ് വരും കേട്ടോ. ഒന്നുകൂടി ഒന്ന് മൊരിയും അത്. അപ്പോൾ ഒന്ന് ഇളം ഒരു കളറായപ്പോഴത്തേക്ക് ഞാനതങ്ങോട്ട് കോരി മാറ്റിയിട്ട് അതേ എണ്ണയിൽ തന്നെ ബാക്കി ഇഞ്ചിയും കൂടെ അങ്ങോട്ട് മൂപ്പിച്ചെടുത്ത്. ഇഞ്ചി നല്ലതുപോലെ മൂക്കണം കേട്ടോ. ഇതിപ്പോൾ അരിഞ്ഞെടുത്തപ്പോഴത്തേക്കും കുറച്ച് വലിപ്പമായിപ്പോയെന്ന് എനിക്ക് തോന്നി. കാരണം ചിലത് നന്നായിട്ട് മൂത്ത് ചിലത് കളറ് പച്ച പോലെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് തിരിഞ്ഞിട്ട്, അതായത് വറുത്തത് നല്ലതുപോലെ കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ച് കാണത്തില്ല കേട്ടോ. അരിഞ്ഞെടുത്തപ്പോഴത്തേക്കും ചെറിയ ചെറിയ ഉരുണ്ട പീസുകളൊക്കെ കിടക്കുന്നത് കണ്ട്. അപ്പം ഞാൻ ഈ നന്നായിട്ട് മൂത്തതൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി ഒന്നും കൂടി ഒന്ന് മൊരിയാനൊക്കെ ഉള്ളത് വീണ്ടും ഞാൻ എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചില ആളുകൾ കൊത്തി അരിഞ്ഞെടുക്കുന്നത് കാണാം, ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നത് കാണാം. അപ്പോൾ എന്തായാലും ഞാനും നന്നായിട്ട് മൂപ്പിച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇഞ്ചിയൊക്കെ അവിടെ മൂപ്പിച്ചങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് മതി കേട്ടോ. കാരണം മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഒരു പച്ചമുളക് മതി. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അങ്ങനെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ വറുത്ത് കോരിയിട്ട് ഞാനിത് ഇത്രയും കൂടി ഒന്ന് ചൂട് പോയപ്പോഴത്തേക്കും ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഒരുപാടങ്ങ് അരഞ്ഞ് പേസ്റ്റായി പോകണ്ട, ചെറുതായിട്ടൊന്ന് ചെറിയൊരു തരിതരിപ്പ് പോലെ കിടക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതേ വെളിച്ചെണ്ണയല്ല നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിലേക്ക് വറ്റൽമുളകും കരിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കണം, അത് ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൊച്ചുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടെ ചാറിന് ഒരു ഇച്ചിരി ഒന്ന് ലൂസായിരിക്കാൻ വേണ്ടി കുറച്ച്, ഇതിപ്പോൾ കട്ടിക്കിരിക്കുമല്ലേ, അതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഫ്ലാസ്കിൽ കുറച്ച് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു തിളച്ചത്, അപ്പോൾ ആ തിളച്ച വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും പിന്നെ ഒരു തുണ്ട് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി. ശർക്കര ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചിങ്ങെടുത്താൽ മതി കേട്ടോ. പിന്നെ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുത്തപ്പോൾ കാണുന്നില്ല, പക്ഷേ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വറുത്ത് പൊടിച്ചത്. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. അസ്സലാമു അലൈക്കും. ബൈ.